പതിവായി വർഷം മുഴുവൻ പൂത്തിരുന്ന നമ്മുടെ കാലാവസ്ഥയിലും എന്നാൽ മരുഭൂമിയിലും ഉഷ്ണമേഖലാ കാലാവസ്ഥയിലുമൊക്കെ വളർത്താൻ കഴിയുന്ന ഒരു ചെടിയെക്കുറിച്ചാണ് ഇന്ന് ഇവിടെ വിവരിക്കുന്നത്. ഏവരെയും യു പ്ലാന്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മികച്ച അലങ്കാര ചെടിയായി സാധാരണയായി തോട്ടങ്ങളിലും കണ്ടെയ്നറുകളിലും വളർത്തുന്ന ഈജിപ്ഷ്യൻ സ്റ്റാർ ക്ലസ്റ്റർ അഥവാ പെൻഡാസ് ലാൻസിയോലാറ്റ എന്ന ചെടിയെക്കുറിച്ചാണ് ഇന്നിവിടെ വിവരിക്കുന്നത്. ആഫ്രിക്ക, അറേബ്യൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് ഈ ചെടിയുടെ ജന്മദേശം. ഈ ചെടി റൂബിയേസി കുടുംബത്തിൽപ്പെട്ടിട്ടുള്ളതാണ്. ഓരോ പൂക്കളും ചെറിയതും 5 ചിറകുള്ളതുമായ നക്ഷത്രാകൃതിയിലുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ചെടിയെ ഈജിപ്ഷ്യൻ സ്റ്റാർ ക്ലസ്റ്റർ എന്നറിയപ്പെടുന്നത്. കൂട്ടമായി വളരുന്നതിനാൽ ക്ലസ്റ്റർ ഫ്ലവർ എന്നും വിളിക്കാറുണ്ട്. ചുവപ്പ്, വെളുപ്പ്, മഞ്ഞ, മധുരമഞ്ഞ, പിങ്ക്, പർപ്പിൾ എന്നീ നിറങ്ങളിലാണ് ഇതിൻ്റെ പൂക്കൾ കാണപ്പെടുന്നത്. ഈ ചെടിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ഈ ചെടിയുടെ പരിപാലനത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ്. തണുത്ത കാലാവസ്ഥയോട് കൂടുതൽ പ്രതിരോധശേഷി ഇല്ലാത്തതും എന്നാൽ ചൂടുള്ള സ്ഥലത്തോട് വളരെ യോജിച്ച ഒരു ചെടിയുമാണിത്. എന്നാൽ നേരിട്ട് സൂര്യപ്രകാശം അടിക്കുമ്പോൾ വെള്ളം കുറവാണെങ്കിൽ ഇലകൾ കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. കീടങ്ങളായ ഇലത്താളി, അഫൈഡ്സ്, സ്പൈഡർ മൈറ്റ് എന്നിവ ആക്രമിക്കാൻ സാധ്യതയുള്ള ഒരു ചെടി തന്നെയാണിത്. ആയതിനാൽ അതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. ഈജിപ്ഷ്യൻ സ്റ്റാർ ക്ലസ്റ്റർ എന്ന ഈ ചെടി മുളപ്പിക്കാൻ വേണ്ടി 2 പ്രധാന മാർഗങ്ങളാണ് ഉപയോഗിച്ചു വരുന്നത്. ഒന്നാമതായി ഇതിൻ്റെ വിത്ത് ഉപയോഗിച്ചിട്ടുള്ള മുളപ്പിക്കൽ മാർഗമാണ്. അതിനായി ചെറിയ വിത്തുകൾ എടുത്ത് അത് നട്ടു വളർത്താവുന്നതാണ്. എന്നാൽ ഈ രീതിയിൽ ഇത് മുളച്ചു വരാൻ കുറച്ച് സമയമെടുക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പോരായ്മയായി പറയുന്നത്. രണ്ടാമതായിട്ടുള്ളത് സ്റ്റെം കട്ട് ചെയ്തുകൊണ്ട് അത് നടുന്ന രീതിയാണ്. ഈ രീതിയാണ് ഏറ്റവും നല്ല പ്രായോഗികമായിട്ടുള്ള മാർഗം. അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ പുതിയ ചെടി ഉണ്ടാവാൻ കാലതാമസം എടുക്കാറില്ല. മൂന്നാമതായി ഇതിൻ്റെ ഉപയോഗ ഗുണങ്ങളെക്കുറിച്ച് നോക്കാം. അലങ്കാര ചെടിയായി വീടുകളിലും ഗാർഡനുകളിലും പാർക്കുകളിലും പാർട്ടീഷൻ തോട്ടങ്ങളിലുമൊക്കെ വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന ഒരു ചെടിയാണിത്. തേനീച്ചകളും ബട്ടർഫ്ലൈകളും കൂടുതലായി വരുന്നതിനാൽ ഇതിൻ്റെ പരാഗണം വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചെടി തന്നെയാണിത്. പോട്ടുകളിൽ വളർത്താൻ സാധിക്കുന്ന ഒരു ചെടിയാണെങ്കിലും നല്ല രീതിയിലുള്ള വളർച്ചയ്ക്കായി നേരിട്ട് മണ്ണിൽ നടുന്നതാണ് ഏറ്റവും നല്ലത്. നാലാമതായി ഈ ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നേരിട്ട് സൂര്യപ്രകാശം ആവശ്യമുള്ള ചെടിയാണെങ്കിലും ഭാഗികമായിട്ടുള്ള നിഴലുണ്ടെങ്കിലും ഈ ചെടി വളരുന്നതാണ്. മിതമായ ജലസേചനം ആവശ്യമുള്ള ചെടിയാണിത്. എന്നാൽ അധികം വെള്ളം നൽകുകയാണെങ്കിൽ ചെടി കേടുവന്ന് നശിച്ചു പോകാൻ സാധ്യത കൂടുതലാണ്. ജൈവവളങ്ങളോ അല്ലെങ്കിൽ ദീർഘകാലം പ്രവർത്തിക്കുന്ന കൃത്രിമ വളങ്ങളോ മാസത്തിലൊരിക്കൽ നൽകുന്നത് ഉചിതമായിരിക്കും. അഞ്ചാമതായി ഈ ചെടിയുടെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തേനീച്ചകളെയും ചിറക് പക്ഷികളെയും ആകർഷിക്കുന്ന ഒരു ചെടിയായതിനാൽ ഇതിൻ്റെ പരാഗണം കൂടുതലായി നടന്നു വരുന്നു. അലങ്കാര ആവശ്യങ്ങൾക്കായി വീടുകളിലും പാർക്കുകളിലും വളരെയധികം ഉപയോഗിച്ചു വരുന്ന ഒരു ചെടി തന്നെയാണിത്. സൗദി അറേബ്യ പോലെയുള്ള മരുഭൂമി പ്രദേശങ്ങളിൽ വളരെ വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന ഒരു ചെടി തന്നെയാണിത്. ഈ ചെടിയെ സംബന്ധിച്ചിട്ടുള്ള 5 പ്രധാന പരിപാലന മാർഗങ്ങളും പ്രൊപ്പഗേഷൻ അടക്കമുള്ള ഉപയോഗ ഗുണങ്ങളുമൊക്കെയാണ് ഇതിൽ വിവരിച്ചിട്ടുള്ളത്. ഈ വിവരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ചെടികളെക്കുറിച്ചുള്ള ടിപ്പുകളും ട്രിക്സുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വിവരണം ഇവിടെ പൂർണ്ണമാവുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻ ദിസ് വീഡിയോ.